ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സ എന്ന് തന്നെ പറയാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി എല്ലാം ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇതിലോട്ട് 1 കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു കോഴിമുട്ടയാണെങ്കിൽ 2 എണ്ണം കൂടി ചേർത്തോളൂ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഉപ്പ് എല്ലായിടത്തും ആയി കിട്ടാനും മുട്ടയൊക്കെ ഒന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് നമുക്ക് കറികളോ ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു തക്കാളിയും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ടയില്ലാതെ എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതാ നല്ല രീതിയിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത്രയും മതി. ഉപ്പ് കറക്റ്റാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. ചൂടായ പാനിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിന് പകരം ബട്ടർ ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും കൂടി ചൂടാവണം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് അല്പം കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് കീറിയിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും ചുറ്റിലും ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം, തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു 5 തൊട്ട് 6, 7 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആ സൈഡിലും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പിസ്സ വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് 2 മിനിറ്റ് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൈ കൊണ്ടോ ഇല്ലെങ്കിൽ സ്പാച്ചില കൊണ്ടോ ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കണേ. അപ്പോൾ ഈക്വലായിട്ട് എല്ലായിടത്തും ഒരേപോലെ നമുക്കൊന്ന് വെന്ത് കിട്ടും. കൈ കൊണ്ട് പറ്റാത്തവർ ഇതേപോലത്തെ എന്താ പറയുക, സ്പാച്ചില കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു പിസ്സ കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കായിട്ടോ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാമാണെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.